ഗൈസ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പം നമ്മുടെ KSRTC ബസ്സിൻ്റെ തന്നെ പാർട്ട് 15 വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ഗൈസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിതിന് മുമ്പ് ചെയ്തിരുന്ന വീഡിയോയിൽ നമ്മൾ ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റും സെറ്റ് ചെയ്യുന്ന കാണിച്ചു തന്നു. പക്ഷേ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്ന നിങ്ങളെ കാണിച്ചു തന്നില്ല ഗൈസ്. വെറുതെ തെളിഞ്ഞിരിക്കുന്നതായിട്ടാണ് നിങ്ങളെ കാണിച്ചത്. ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യാനുള്ള സർക്യൂട്ട് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് തന്നെ വാച്ച് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ ഇത് സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഇതുപോലെയൊക്കെ മിനിയേച്ചർ ഉണ്ടാക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്, അവർക്ക് ഉപകാരപ്പെട്ടെ. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണിക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വിളിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്ന സർക്യൂട്ട് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ആവശ്യമുള്ളതാണ് ഗൈസ് IC. ഇത് വരുന്നത് LE555 എന്ന നമ്പറിലാണ് ഗൈസ് IC വരുന്നത്. അപ്പോൾ നമുക്കൊരു ICയുടെ ആവശ്യം വരുന്നുണ്ട്. അടുത്തായി നമ്മളെ കപ്പാസിറ്ററാണ് ഗൈസ് എടുത്തിരിക്കുന്നത്. ഇതൊരു 10 UFൻ്റെ കപ്പാസിറ്ററാണ് ഗൈസ്. അടുത്ത് നമ്മൾ റെസിസ്റ്ററാണ് ഗൈസ് എടുത്തിരിക്കുന്നത്. ഒന്ന് 45K റെസിസ്റ്ററും ഒന്ന് 15K റെസിസ്റ്ററുമാണ് ഗൈസ് നമ്മളിപ്പോൾ ഇനി എടുത്തിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യാൻ സർക്യൂട്ട് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഗൈസ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ നോക്കുക. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ് ചെയ്ത് വെക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പണിയിലേക്ക് കിടക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ IC എടുത്തിട്ട് അതിൻ്റെ ലെഗ് രണ്ട് സൈഡിലെ ലെഗ് നമ്മൾ രണ്ട് സൈഡിലേക്ക് ഒന്ന് വളച്ചു കൊടുക്കുക ഗൈസ്. അതെന്തിനാണെന്ന് വെച്ചാൽ സോൾഡർ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഗൈസ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തായി നമ്മളിതിൽ വയർ സോൾഡർ ചെയ്യണം ഗൈസ്. അതിനുവേണ്ടി നമ്മൾ ഈ ICയുടെ മേളിലത്തെ ആദ്യത്തെ ലെഗിൽ നിന്നും അടിയിലത്തെ 4ാമത്തെ ലെഗിലേക്ക് ഒരു വയർ സോൾഡർ ചെയ്ത് വെക്കണം. നിങ്ങൾ മാർക്ക് ചെയ്ത് കാണിക്കണം ഗൈസ്. നമ്മളൊരു വയർ സോൾഡർ ചെയ്ത് വെക്കണം ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ആ ഒരു സൈഡിലെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ് വയർ. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് മേളിലത്തെ 3ാമത്തെ ലെഗിൽ നിന്നും താഴത്തെ 2ാമത്തെ ലെഗിലേക്കാണ് ഗൈസ് നമ്മൾ അടുത്ത വയർ സോൾഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് സൂക്ഷിക്കണ്ടൊക്കെ ചെയ്യുക. നമ്മൾ മറ്റു ലെഗായിട്ട് സോൾഡർ ചെയ്ത് വെക്കരുത്. അത് നോക്കി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഗൈസ്, അപ്പം നമ്മൾ അത് സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അടുത്ത് നമ്മൾ റെസിസ്റ്റർ സെറ്റ് ചെയ്യണം ഗൈസ് ഇതിന്. അപ്പം നമ്മൾ ഇതുപോലത്തെ 2 റെസിസ്റ്ററാണ് ഗൈസ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് അതിൻ്റെ 2 ലെഗ് തമ്മിൽ ഇതുപോലെ തന്നെ കൂട്ടി പിടിച്ച് വെക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഗൈസ്. അതിനുശേഷം ബാക്കി നിന്ന ഭാഗങ്ങൾ ഇതുപോലെ തന്നെ താത്തി വെച്ചിട്ട്, ഇപ്പോൾ അത് ലെവലല്ല ഗൈസ്. ഇപ്പോൾ നമുക്ക് സോൾഡർ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മളിതൊന്ന് ലെവലാക്കി എടുക്കണം ഗൈസ്. അപ്പോൾ ആ 3 കമ്പി ഉണ്ടല്ലോ അത് നേരെ തന്നെ വരുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്ത് എടുക്കണം ഗൈസ്. അപ്പോൾ നമ്മളിത് നേരെ ഉള്ള രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് സോൾഡർ ചെയ്യാൻ എളുപ്പമുണ്ട് ഗൈസ്. അതിനുശേഷം നമ്മളിത് ആ ICയിൽ സോൾഡർ ചെയ്ത് വെക്കണം ഗൈസ്. അപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ്. നമ്മൾ IC എടുത്തതിന് ശേഷം നമ്മൾ ആ മേളിലത്തെ ആ 3 ലെഗ് ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്കാണ് സോൾഡർ ചെയ്ത് വെക്കേണ്ടത്. ഇത് ഇതുപോലെ എന്ന രീതിയിലാണ് വെക്കേണ്ടത് ഗൈസ്. അപ്പോൾ നമ്മൾ അത് സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മളെ ICയുടെ മുകളിൽ ഇതേപോലെ തന്നെയാണ് സോൾഡർ ചെയ്ത് വെക്കേണ്ടത്. അടുത്ത നമ്മൾ കപ്പാസിറ്ററായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കപ്പാസിറ്റർ കണക്ട് ചെയ്യാൻ നേരം ആ നീണ്ടിരിക്കുന്ന ലെഗാണ് പോസിറ്റീവ്, അതിൻ്റെ താഴത്ത് നെഗറ്റീവ്. അപ്പോൾ നമ്മളിത് ഒന്ന് കട്ട് ചെയ്യണം ഗൈസ്. കട്ട് ചെയ്താലേ സോൾഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ സോൾഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ വെച്ച റെസിസ്റ്ററിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് ഗൈസ് നമ്മൾ കപ്പാസിറ്റർ സെറ്റ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ അടിയുള്ള 2 ലെഗിൽ. പിന്നെ നമ്മൾ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് തിരിച്ചറിയാൻ വേണ്ടി ഈ നെഗറ്റീവ് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പാടാണെങ്കിൽ ഈ നെഗറ്റീവ് ഭാഗത്താണ് ഈ ഒരു വെള്ള നിറം വരുന്നത് കപ്പാസിറ്ററിൻ്റെ. അപ്പോൾ നമ്മൾ അത് നെഗറ്റീവ്, അതിൻ്റെ അപ്പുറത്തെ പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ഇത് ഇതേപോലെ രീതിയിലാണ് നമ്മൾ ICയിലോട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാറിപ്പോകാതിരിക്കാനാണ് നമ്മൾ പറഞ്ഞു തന്നത് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ കപ്പാസിറ്റർ ICയിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പവർ സപ്ലൈ അതുപോലെ ലൈറ്റിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കണം ഗൈസ്. നമ്മൾ ആദ്യം പവർ സപ്ലൈക്കുള്ള കണക്ഷൻ കാണിച്ചു തരാം.
അതിനുവേണ്ടി നമ്മൾ ഇതുപോലത്തെ 2 വയറാണ് ഗൈസ് നമ്മൾ എടുത്തിരിക്കുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാതിരിക്കാനാണ് ഗൈസ് നമ്മൾ 2 നിറമായിട്ട് എടുത്തിരിക്കുന്നത്. ഗൈസ് അപ്പോൾ നമ്മൾ വയർ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് വയർ റെസിസ്റ്ററിൻ്റെ അവിടെയും അതുപോലെ നെഗറ്റീവ് വയർ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലോട്ടാണ് ഗൈസ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഈ ഒരു രീതിക്കാണ് നമ്മൾ ഇതിലേക്ക് സോൾഡർ ചെയ്ത് വെക്കേണ്ടത് ഗൈസ്. അപ്പോൾ സോൾഡർ ചെയ്തിട്ട് കാണിച്ചത് ഗൈസ്. അപ്പോൾ നമ്മളത് സോൾഡർ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പവർ സപ്ലൈക്കുള്ള കണക്ഷൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ LED-ലോട്ടുള്ള കണക്ഷൻ എടുക്കണം ഗൈസ്. അപ്പോൾ അതിന് വേണ്ടി ആ കപ്പാസിറ്ററിൻ്റെ സൈഡിലുള്ള 2 ലെഗ് ഉണ്ടല്ലോ ബാക്കി, അതിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങളെ കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ അതും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് തന്നെ മാറിപ്പോകാതെ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പവർ സപ്ലൈക്ക് LED-യുടെ കണക്ഷനുള്ള നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ വർക്ക് ചെയ്ത് വേണം. അതിനുവേണ്ടി നമ്മൾ ലിഥിയം ബാറ്ററിയാണ് ഗൈസ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാത്ത രീതിയിൽ തന്നെ നമ്മൾ കണക്ട് ചെയ്തിട്ട് നമുക്കൊരു LED ആണ് ഗൈസ് നമ്മളിപ്പോൾ തെളിച്ച് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന LED ആണ് നമ്മൾ കത്തിക്കാൻ പോകുന്നത്. ഇത് ബ്ലിങ്ക് ചെയ്യോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നോക്കി കൊടുക്കുക ഗൈസ്. അപ്പോൾ നമ്മുടെ ഐറ്റം നല്ല രീതിക്ക് തന്നെ വർക്ക് ആവുന്നുണ്ട്. നമ്മുടെ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മൾ റെസിസ്റ്ററും കപ്പാസിറ്ററൊന്നും വെച്ചുകൊണ്ട് ഇതിന് വെട്ടം മങ്ങിപ്പോവുക അങ്ങനത്തെ ഒരു പേടിയൊന്നും വേണ്ട. അത് കറക്റ്റ് വെട്ടത്തിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് വർക്കാകും ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ബസ്സിന് വേണ്ടി നമ്മൾ ചെയ്തെടുത്ത ഇൻഡിക്കേറ്റർ ബ്രേക്ക് ലൈറ്റും കൂടിയുള്ളത്. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ വർക്കിംഗ് നിങ്ങളൊന്ന് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ വർക്കിംഗ് ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കുകയാണ് ഗൈസ്. ഇതുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആ വീഡിയോ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ ഗൈസ് താല്പര്യം കയറി കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്ത് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്ത് വെക്കുക ഗൈസ്. അപ്പോൾ നമ്മുടെ കൂടുതൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഗൈസ്. അതൊരിക്കും ബൈ.